ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബീയിങ് കീ. നമ്മളിപ്പോൾ ഉള്ളത് കീവ റെസിഡൻസിലാണ്. സമയം ഇപ്പോൾ 7 മണിയായി. 9 മണിക്കാണ് കീവേന്ന് ബുഖാറയിലേക്കുള്ള നമ്മളുടെ ട്രെയിന്. നമ്മൾ താമസിക്കുന്ന കീവ റെസിഡൻസ് ഉണ്ടല്ലോ, അവിടെ സ്റ്റേൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നല്ല വെറൈറ്റി ഉള്ള ഒരുപാട് ഐറ്റംസ് ഉള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കീവ റെസിഡൻസ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. സ്റ്റേ കുറച്ച് പ്രൈസി ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കണ്ടപ്പോൾ നമ്മൾ കൊടുത്ത പൈസ ഒട്ടും കൂടുതലല്ലാന്ന് തോന്നി. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അവിടുത്തെ എല്ലാ ഐറ്റംസും സൂപ്പറായിരുന്നു. പക്ഷെ നമുക്ക് എടുത്തു പറയേണ്ടത് വെച്ചാൽ അവിടുത്തെ ഫ്രൂട്ട്സും നട്ട്സുമാണ്. അത്രക്കും യമ്മിയായിരുന്നു. എനിക്ക് തോന്നുന്നത് വെച്ചാൽ അത് അവിടെ നിന്ന് തന്നെ പ്ലക്ക് ചെയ്തിട്ടില്ല, അവിടെ നിന്ന് തന്നെ പറിച്ചിട്ടുള്ള ഫ്രൂട്ട്സാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിരുന്നു ആ ഫ്രൂട്ട്സ്. പിന്നെ ജ്യൂസും സൂപ്പറായിരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ റിസപ്ഷനിലേക്ക് പോയി. അവരോട് പറഞ്ഞ് നമുക്കൊരു ടാക്സി അറേഞ്ച് ചെയ്ത് തരണം. കീവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 9 മണിക്കാണ് ഞങ്ങളുടെ ട്രെയിന്. റിസപ്ഷനിൽ അവർ പെട്ടെന്ന് തന്നെ ഒരു ടാക്സിനെ വിളിച്ചു ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടാക്സി വന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ പാക്കൊക്കെ ചെയ്ത് നേരെ കീവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കീവ സിറ്റിനോട് വിട പറയുകയാണ്. ഇനി അറിയില്ല ഇനി ഒരിക്കൽ ഈ സിറ്റിയിലേക്ക് നമ്മളിനി തിരിച്ചു വരുമോ. കാർ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. ഞങ്ങൾക്ക് ഇനി പോകേണ്ടത് കീവ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലേക്കാണ്. ഉസ്ബെക്കിസ്ഥാൻ റെയിൽവേ സ്റ്റേഷൻ എന്ത് ഭംഗിയാണെന്നറിയോ. ഇറ്റ് ഈസ് വെൽ കൺസ്ട്രക്റ്റഡ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ്. ഇത്ര നല്ല ഭംഗിയായിട്ട് കൺസ്ട്രക്ട് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാൻ ഉസ്ബെക്കിസ്ഥാൻ എങ്ങനെ കഴിയുന്നു? കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷന് പോയി ഇത്ര നല്ല ഭംഗിയായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടില്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റിയിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് എൻട്രി തന്നിട്ടില്ല, ആർക്കും ഇല്ല കേട്ടോ. നമ്മൾ നേരെ പോകേണ്ടത് അവിടെ വെയിറ്റിംഗ് റൂമിലേക്കാണ്. ട്രെയിൻ വന്നതിന് ശേഷം മാത്രമേ എല്ലാവരെയും പ്ലാറ്റ്ഫോമിലേക്ക് കടത്തി വിടുള്ളൂ. നമ്മൾ വന്ന അതേ ട്രെയിൻ ഇട്ടാ നീ ഒന്ന് കൊടുത്തോ കണ്ടോ. ഇങ്ങോട്ടേക്ക് ആയിരിക്കൂലേ, ഒന്ന് കാണിച്ചു കൊടുക്കറാ. അതന്നെ അല്ലേ ഇയാൾ നമ്മളാളാ? we are getting down Bukhara. Samarkand или Bukhara? Ticket Samarkand. Bukhara. Хорош. 27-й. 28-й. Индия, да? India, Hindustan. Namaste. Yeah. അടിയിലോ ഒന്നും എടുക്കാനില്ല. നമുക്ക് ഇങ്ങോട്ടല്ലേ വേണ്ട, നല്ലതായി. ഇത് തുറക്കറാ. അത് മാറ്റിക്കോ ആദ്യം. ഓ ഇത് വ്യത്യാസം കേട്ടോ കുറച്ച്. അത് മേലെ വെച്ചാൽ മതി, നമുക്ക് പ്രശ്നമില്ലല്ലോ. അല്ല അതല്ല നമുക്ക് കിടക്കുന്നില്ലല്ലോ. ചുമട്ട തൊഴിലാളി വേണോ? ഓക്കെ. കീവയിൽ നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. കോട്ടൺ ചെടികളാണ് 2 ഭാഗത്തും. ബുഖാറയ്ക്ക് മുമ്പ് 2 സ്റ്റേഷൻസ് ആണുള്ളത്. ഒന്ന് ഉറിഗ്നച്ചും
രണ്ടാമത്തത് ഹെസോ റാപ്പ്. പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ് എനിക്ക് കറക്റ്റ് അറിയില്ല. എഴുതുന്നത് ഇങ്ങനെയാണ്, വായിക്കുക എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. ബുഖാറയിലേക്കാണ് ഞങ്ങൾ പോകേണ്ടതെങ്കിലും ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് സമർഖണ്ഡിലേക്കാണ്. ടിക്കറ്റ് ഓപ്പൺ ആയ മുതൽ ഞാൻ എല്ലാ ദിവസവും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കീവേന്ന് ബുഖാറയിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ്. പക്ഷേ എത്ര ദിവസം ട്രൈ ചെയ്തിട്ടും ബാക്കി എല്ലാ ടിക്കറ്റും എനിക്ക് കിട്ടിയിട്ടും ഈ കീവേന്ന് ബുഖാറയിലേക്കുള്ള ടിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ വെറുതെ കീവേന്ന് സമർഖണ്ഡിലേക്കുള്ള ടിക്കറ്റ് ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ അപ്പോൾ നോക്കുമ്പോഴാണ് മനസ്സിലായത് കീവേന്ന് സമർഖണ്ഡിലേക്കുള്ള ടിക്കറ്റ് ഉണ്ട്, പക്ഷേ സെയിം ട്രെയിൻ തന്നെയാണ്, പക്ഷേ കീവേന്ന് ബുഖാറയിലേക്കുള്ള ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ചോദിച്ചാൽ കീവേന്ന് സമർഖണ്ഡിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ കാലിക്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്കാണ് പോകേണ്ടതെങ്കിലും കാലിക്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ടിക്കറ്റ് ഇല്ല, പക്ഷേ കാലിക്കറ്റിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കുള്ള ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, കാലിക്കറ്റിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കൊച്ചിയിലിറങ്ങും. സെയിം തിങ് ഞങ്ങൾ എന്ത് ചെയ്തു, കീവേന്ന് സമർഖണ്ഡിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു ബുഖാറ എത്തുമ്പോൾ അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ ട്രെയിൻ ട്രാവൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെൽ ഇൻ അഡ്വാൻസ് പ്ലാൻ ചെയ്യണം, നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഇതിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള വെബ്സൈറ്റ് ഇതാണ് കേട്ടോ. ഇതാ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്, അതുകൊണ്ട് ഞാൻ ആ ഡീറ്റെയിൽ ആയിട്ട് അതെങ്ങനെയാണ് ബുക്ക് ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഞങ്ങൾ രാവിലെ 9:15 കീവേന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകുന്നേരം 4:15 ബുഖാറയിലേക്ക് എത്തി. ഈ ബുഖാറയിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ബുഖാറയിൽ നിന്ന് സമർഖണ്ഡിലേക്ക് ടാഷ്കണ്ടിലേക്കെല്ലാം ഇലക്ട്രിക് ട്രെയിനാണ്, പക്ഷേ കീവേന്ന് ബുഖാറയിലേക്ക് ഡീസൽ ട്രെയിനാണ്. അപ്പോൾ ഈ ബുഖാറയിൽ വെച്ചിട്ടാണ് ഈ ഡീസൽ ട്രെയിനിൻ്റെ എൻജിൻ മാറ്റിയിട്ട് ഇലക്ട്രിക് ട്രെയിനിൻ്റെ എൻജിൻ ഫിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ കാത്തു നിന്നു, ഇതെങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട്. ആസ് യൂഷ്വൽ ബുഖാറ റെയിൽവേ സ്റ്റേഷൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമുക്കിനി നേരെ പോകേണ്ട ഹോട്ടലിലേക്കാണ്. കീവേയിൽ ഈ യാൻഡെക്സിൻ്റെ ആപ്പ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ബുഖാറയിൽ ഈ യാൻഡെക്സ് ആപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം യാൻഡെക്സ് വഴി ബുക്ക് ചെയ്യാനാണ് ശ്രമിച്ചത്. യാൻഡെക്സ് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരാൾ ഞങ്ങളെ അപ്രോച്ച് ചെയ്തു. അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം. യാൻഡെക്സ് കൊടുക്കുന്ന ഏകദേശം ആ പൈസ എനിക്ക് തന്നാൽ മതി, ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. ഹോട്ടൽ ഭയങ്കര നന്നായിട്ട് അറിയാം. അങ്ങനെ ഞങ്ങൾ അയാളുടെ കാറിൽ പുറപ്പെട്ടു. ഇതാണ് അദ്ദേഹം. ഹലോ, how are you? Assalamu alaikum. Good, fine, and you? Your name? Assalamu alaikum, India. Assalamu alaikum, Narendra Modi. Your name? My name is Sado. Sado. Yes, I was born to Bukhara city. Thank you. This street name street is Islam Karimov. Islam Karimov in the first president Republic of Uzbekistan. Tashkent is the capital Republic of Uzbekistan. Okay. So first This here your hotel Dandy Plaza. Dandy Plaza. Okay, this is our hotel. This is Plaza. Okay. Dandy Plaza your hotel. Yeah, okay. Okay? Okay. I go to again. U-turn. Okay. Sulaiman Street, Dandy Plaza. ഭയങ്കര സംഭവമല്ലോ, വിചാരിച്ച പോലെ ഒന്നല്ലോ. ഡെൻഡി പ്ലാസ. How are you? Salam alaikum.
ഞങ്ങൾ ബുഖാറയിൽ താമസിച്ചത് ഓൾഡ് ടൗൺ സ്ക്വയറിലാണ്. ഓൾഡ് ടൗൺ സ്ക്വയറിന് സെൻറ്ററിലേക്ക് അവിടെ നിന്ന് നടക്കേണ്ട ദൂരമുള്ളൂ. ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ ഹോട്ടലിൽ നിന്ന് നേരെ ഓൾഡ് ടൗൺ സ്ക്വയറിലേക്ക് നടക്കാൻ പോകും. ബുഖാറ ഒരു നല്ല ബ്യൂട്ടിഫുൾ സിറ്റിയാണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ആ സിറ്റിയായിട്ട് ഇണങ്ങും, പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു തുടങ്ങും. നീറ്റാണ്, ക്ലീനാണ്, ബ്യൂട്ടിഫുൾ ബിൽഡിങ്സ് ഉണ്ട്, നല്ലൊരു വൈബാണ്, വെരി ഫ്രണ്ട്ലി പീപ്പിളാണ്. ചെയ്യുമ്പോഴുണ്ട് ഇത് ഒരു ബാരിയറാണ്. അതൊരു നല്ലത് നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ കല്ല് വെച്ചോണ്ട് വെച്ചില്ല അല്ല. അതിനൊരു ഹാൻഡിക്രാഫ്റ്റ് ഓഫ് ബുഖാറ. ഇവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ് കണ്ടാൽ ഇത്ര നല്ല ഹാൻഡിക്രാഫ്റ്റ് ലോകത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തോന്നിപ്പോകും. അവിടെ ഞങ്ങൾ കണ്ടത് കാർപ്പറ്റ്സ് ആണ്, ബ്യൂട്ടിഫുൾ കാർപ്പറ്റ്സ്. അവിടുന്ന് കാർപ്പറ്റ്സ് വാങ്ങിയാൽ നമ്മുടെ ഹോം ടൗണിലേക്ക് എങ്ങനെയാണ് കൊണ്ടുപോകാമെന്ന് എനിക്കറിയില്ല, പക്ഷേ യു വിൽ ബി ടെംപ്റ്റഡ് ടു ബൈ വൺ. നെക്സ്റ്റ് വൺ ഈസ് കോട്ടൺ ബെഡ്ഷീറ്റ്സ് ആൻഡ് പില്ലോ കവേഴ്സ്. ഉസ്ബെക്കിസ്ഥാൻ ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കോട്ടൺ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ വേൾഡ്. പക്ഷേ ആ പ്രോഡക്റ്റിന്, ആ പില്ലോ കവേഴ്സിനും ആ ബെഡ്ഷീറ്റ്സിനും കൂടുതൽ ഭംഗി കൊടുത്തിരിക്കുകയാണ് ഉസ്ബെക്കിസ്ഥാനിലെ ആർട്ടിസ്റ്റ്. അതിനൊരു എലീറ്റ് ലുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് വളരെ നന്നായിട്ട് ഷോക്കേസ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ കടകളിലൊക്കെ. ഇതിൻ്റെ പ്രൈസിങ് എങ്ങനെയായിരിക്കും? ഇതായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഇതൊരു ടൂറിസ്റ്റിക് പ്ലേസാണ്. പ്രൈസിങ് ഒരു ഹൈ എൻഡ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ബാർഗെയിനിങ് സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രൈസിന് നല്ല ഐറ്റംസ് കിട്ടും. ഉസ്ബെക് സ്റ്റൈലിലുള്ള റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സും കോട്ടൺ ഫാബ്രിക്സും ഇവിടുത്തെ ഷോപ്പുകളിൽ കിട്ടും. ഐദർ യു ക്യാൻ ബൈ ദ റെഡിമെയ്ഡ് ഗാർമെൻറ്റ് ഓർ യു ക്യാൻ ബൈ ദ ഫാബ്രിക് ആൻഡ് വെൻ യു റീച്ച് ഹോം യു ക്യാൻ സ്റ്റിച്ച് ഇറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാർഗെയിനിങ് സ്കില്ല് നന്നായിട്ട് ഇവിടെ വേണം. പിന്നെ യു നീഡ് ടു ഹാവ് എ ഫെയർ ഐഡിയ അബൌട്ട് ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഞങ്ങൾ നടന്ന് ഒരു മദ്രസേൻ്റെ മുമ്പിലെത്തി. ഈ മദ്രസേൻ്റെ പേര് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഈ മദ്രസ ലാബി ഹൗസിൻ്റെ അടുത്തുള്ളൊരു മദ്രസയാണ്. ഇത് പണ്ട് മദ്രസയാണെങ്കിലും ഇപ്പോൾ ഇത് ഒരു ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ വെക്കുന്ന ഒരു ട്രേഡിംഗ് ഡോമാണ്. നിങ്ങൾ ഈ കാണുന്ന സിൽവറിൻ്റെ ഇയറിങ്സും പെൻഡൻസൊക്കെ ഇല്ലേ, സിൽവർ ഇവിടെ ചീപ്പാണോന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷെ ഇതിൻ്റെ അത്രയ്ക്കും ഭംഗിയായിരുന്നു. സോ ഐ വാസ് ഫോഴ്സ്ഡ് ടു ബൈ ഫോർ മൈ ഡോട്ടേഴ്സ് ആൻഡ് ഫോർ മൈ വൈഫ്. Where are you from? ഇന്ത്യ. ചിക്കോ, ഇതൊക്കെ ഉണ്ടാക്കിയത് ഈ കുട്ടിയാണ്. ചിക്കോ, സലാം അലൈക്കും. ഹാൻഡിക്രാഫ്റ്റിൻ്റെ എക്സിബിഷൻ അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ സംസ്ഥാന സമ്മേളനം, അതാണ് ബുഖാറ. ടാലൻറ്റഡ് അല്ലാത്ത ഒരു ബുഖാറ നേറ്റീവിനും അവിടെ കാണുക ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കൊച്ചു കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർ വരെ ഹൈലി ടാലൻ്റ് ആയിട്ടുള്ള ക്രാഫ്റ്റ്മെൻസാണ്. ഞങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്ത് വാങ്ങണം, ഈ വാങ്ങിയ സാധനം എങ്ങനെ പൊട്ടാതെ നാട്ടിലേക്ക് എത്തിക്കാം. ആസ് യൂഷ്വൽ കുറച്ച് ബാർഗെയിനൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങി. ഈ മദ്രസേൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു നടുമുറ്റാണ്.
ആ നടിമുറ്റത്ത് ഒരുപാട് പെർഫോമൻസസ് നടക്കുന്നൊരു സ്ഥലമാണ്. നമുക്ക് കയറി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടത് കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കാം, ഇരുന്നിട്ട് കാണാം, അതേപോലെ തന്നെ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് കാണാൻ പറ്റും. പക്ഷേ അതിനൊരു എക്സ്ട്രാ ചാർജ് ഉണ്ട്. അത് എത്രയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. Ashkan Rubabat. Duta. വളരെ നല്ലൊരു പോസിറ്റീവ് വൈബാണ് ആ ലാബി ഹൗസിൻ്റെ അടുത്തുള്ളത്. എത്ര നേരം വേണമെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് സമയം ചിലവാക്കാം. നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെയും ഈ ഓൾഡ് ടൗൺ സ്ക്വയറിൻ്റെയും ഇടയിലാണ് ഈ റെസ്റ്റോറൻറ്റ്. നമ്മൾ പോകുമ്പോൾ തന്നെ ഈ റെസ്റ്റോറൻറ്റ് നോക്കിയിരുന്നു. നമ്മൾ തീരുമാനിച്ചിരുന്നു നമുക്ക് തിരിച്ചു വരുമ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റ്. നല്ല ഇൻറ്റീരിയേഴ്സൊക്കെ ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റ്. ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സാണ് ഫുള്ളായിട്ട്. അതുകൊണ്ട് പുറത്തുള്ളവർക്ക് അകത്തും കാണാം, അകത്തുള്ളവർക്ക് പുറത്തും കാണാം. ആ റെസ്റ്റോറൻറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഇൻറ്റീരിയേഴ്സൊക്കെ വളരെ സൂപ്പർബായിരുന്നു. കട്ട്ലറീസൊക്കെ നന്നായിട്ട് നീറ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള ഡെക്കറേഷൻസ് ഒന്നുമില്ല. എലിഗൻറ്റ് വാം ഗോൾഡൻ ലൈറ്റിംഗ്, ഒരു ബ്യൂട്ടിഫുൾ ആംബിയൻസ്. ഈ ഡിന്നറോടുകൂടി ഞാൻ എൻ്റെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് മൈ ചാനൽ ബേങ്കി. ബുഖാറയുടെ കൂടുതൽ വിശേഷങ്ങളുമായി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരേക്കും ബബായ്. ഓ സോറി, ഡിന്നറിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ആസ് യൂഷ്വൽ ഞങ്ങൾ ഉസ്ബക്ക് ടീ ഓർഡർ ചെയ്തു.
നമ്മൾ സാധാരണ ഗ്രീൻ ടീ ആണ് ഓർഡർ ചെയ്യുന്നത്, പക്ഷേ ഇപ്രാവശ്യം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്ക് ടീ ഓർഡർ ചെയ്തു. ബ്ലാക്ക് ടീ ഓൾസോ വാസ് അമേസിങ്. ഞങ്ങൾ ഓൾറെഡി ഗ്രീൻ ടീൻ്റെ ഫാനായിരുന്നു, ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് ടീൻ്റെ ഫാനായി മാറിയിരിക്കുക. റോഷൻ ഒരു സീസർ സാലഡ് ഓർഡർ ചെയ്തു, ഞാനൊരു ഷ്രെഡഡ് ബീഫ് സ്റ്റീക്കും ഓർഡർ ചെയ്തു. ആൻഡ് ബോത്ത് ടേസ്റ്റഡ് അമേസിങ്. ഷ്രെഡഡ് ബീഫ് സ്റ്റീക്കിൻ്റെ കൂടെ ബ്ലാക്ക് ടീ വിത്ത് ലെമൺ, ഓഹ് ഒരു അപാര ടേസ്റ്റായിരുന്നു അത്. യൂറോപ്പിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ഇന്ത്യൻ ഫുഡ് ഒരുപാട് മിസ് ചെയ്തിരുന്നു, പക്ഷേ ഈ ഉസ്ബെക്ക് ട്രാവലിൽ എനിക്ക് ഇന്ത്യൻ ഫുഡ് എനിക്ക് അത്ര മിസ് ചെയ്തിട്ടില്ല. ഉസ്ബെക്ക് ടീൻ്റെ ഫാനായ ഞങ്ങൾ പ്രോപ്പർ ഉസ്ബെക്ക് ടീ എവിടെ നിന്ന് കിട്ടുമെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. റെസ്റ്റോറൻറ്റിലെ സ്റ്റാഫിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചു, സോ ദാറ്റ് വി ക്യാൻ ഹിയർ ഇറ്റ് ഫ്രം ദ ഹോഴ്സ് മൗത്ത്. അദ്ദേഹത്തിന് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം. അദ്ദേഹം ഒരു മാർക്കറ്റിൻ്റെ പേര് പറഞ്ഞു തന്നു. Okay, no, what is the name? Where you have to go? No. Kolkhoz Bozor. Kolkhoz Bozor. And ask for black tea. Black tea, only black tea. Only yes. black tea. Any brand? No brand. No brand. No brand. Brand. No No, brand. no. No brand. No brand. Kolkhoz Bozor. Kolkhoz Bozor. Okay.